സോറി, പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഏതാണ്? റെക്ടിഫയറിൻ്റെതാണോ? ഫുൾ വേവ് റെക്ടിഫയറിൻ്റെത്. ഡ്യൂറിങ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഓഫ് ഇൻപുട്ട് വേവ് ഫോം കഴിഞ്ഞിട്ട് ഒന്ന് ഗ്രാഫ് വരച്ചില്ലേനോ? ഇതോ ഈ ഗ്രാഫ് അല്ലേ? ഓക്കെ. സോ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വരക്കുന്നതാണ്. ഇത് ഇൻപുട്ട് വേവ് ഫോം, വി ഇൻപുട്ട് ഒമേഗ ടി എക്സ് ആക്സിസിൽ വി ഇൻപുട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന എ സി ഇൻപുട്ട് വേവ് ഫോം ആണ്. ദെൻ ഔട്ട്പുട്ടിൽ നമുക്ക് കിട്ടുന്നത് റെക്ടിഫയർ ഔട്ട്പുട്ട് ആണ്. അപ്പോൾ ആ ഓരോ ഹാഫ് സൈക്കിളും ഏതൊക്കെ ഡയോഡ്സ് ആണ് കണ്ടക്ട് ചെയ്യുന്നതാണ് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. അത് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ, ഇൻപുട്ടിൻ്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിളാണിത്. സോ അവിടെ D1 D4 കണ്ടക്ട് ചെയ്യും. അപ്പോൾ ഔട്ട്പുട്ടിൽ ഇതേ വേവ് ഫോം കിട്ടും. ദെൻ ഈ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ D2 D3 കണ്ടക്ട് ചെയ്യും. അപ്പോൾ ഈ ഒരു വേവ് ഫോം കിട്ടും. ദെൻ നെക്സ്റ്റ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ എന്ന് പറയുമ്പോൾ മുന്നേത്തെ പോലെ തന്നെ D1 D4 കണ്ടക്ട് ചെയ്യും. ഓക്കെ. ഇതാണ് സെനർ ഡയോഡിന്റെ VI ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, സോ VI ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സെനർ ഡയോഡ്. ഇപ്പം നോർമൽ ഡയോഡിന്റെ കേസിൽ VI കാര പ്ലോട്ട് ചെയ്തിരുന്നു. ഓക്കെ, അതായത് VI കാര പറയുമ്പോൾ എന്താണ്? വോൾട്ടേജ് വേഴ്സസ് കറണ്ട് ആണ്. ഓക്കെ, അപ്പോൾ ഫോർവേഡ് വോൾട്ടേജ്, അതായത് ഫോർവേഡ് ബയാസ്ഡ് കണ്ടീഷൻ മീൻസ് ഫോർവേഡ് കാര പറയുമ്പം ഫോർവേഡ് ബയാസ്ഡ് കണ്ടീഷനിലെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ദെൻ റിവേഴ്സ് കാര എന്ന് പറയുമ്പം റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷനിലെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഓക്കെ, സോ അത് രണ്ടും കൂടെ ഒരുമിച്ച് പ്ലോട്ട് ചെയ്തിരിക്കുന്നതാണ് ഇവിടെ. ഇത് നോർമൽ ഡയോഡിൻ്റെതല്ല, സെനർ ഡയോഡിന്റെ കേസിലാണ്. ഓക്കെ, അപ്പോൾ സെനർ ഡയോഡിന്റെ കേസിൽ ഫോർവേഡ് കാര എന്ന് പറയുമ്പോൾ ഇത് ഫോർവേഡ് ബയാസ്ഡ് കണ്ടീഷൻ ആയിരിക്കും. ഓക്കെ, സോ ഇവിടെ ഫോർവേഡ് ബയാസ്ഡ് കണ്ടീഷൻ. സോ ഫോർവേഡ് ബയാസ്ഡ് കണ്ടീഷൻ മീൻസ് നോർമൽ ഡയോഡിലെ പോലെ തന്നെ ഇതിലും ആനോഡ് കാത്തോഡ് ഉണ്ട്. സോ ഫോർവേഡ് ബയാസ്ഡ് മീൻസ് ആനോഡ് ഈസ് കണക്റ്റഡ് ടു പോസിറ്റീവ് സൈഡ് ഓഫ് ദി സപ്ലൈ ആൻഡ് കാത്തോഡ് ഈസ് കണക്റ്റഡ് ടു നെഗറ്റീവ് സൈഡ് ഓഫ് ദി സപ്ലൈ. ഓക്കെ, സോ ഈ രീതിയിൽ ഫോർവേഡ് ബയാസ്ഡ് കണ്ടീഷനിൽ ഡയോഡ് കണക്ട് ചെയ്യുമ്പം, അതായത് സെനർ ഡയോഡ് കണക്ട് ചെയ്യുമ്പം ആഫ്റ്റർ എ പർട്ടിക്കുലർ വോൾട്ടേജ്, ഇത് ആദ്യം വോൾട്ടേജ് 0 ആണ്. സോ വോൾട്ടേജ് ഫോർവേഡ് ബയാസ്ഡ് ആണെങ്കിലും വോൾട്ടേജ് 0 ആണ്, കറണ്ട് ഫ്ലോ ചെയ്യുന്നില്ല. then slowly we are increasing the voltage. so ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് എത്തിക്കഴിഞ്ഞാൽ ചെറിയ കറണ്ട് ഫ്ലോ ചെയ്യാൻ തുടങ്ങി. then വോൾട്ടേജ് ഇൻക്രീസ് ചെയ്തു. ഈ ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് എത്തുമ്പോഴത്തേക്ക് എന്തായി? അതിലൂടെ ലാർജ് കറണ്ട് ഫ്ലോ ചെയ്തു. ഓക്കെ, സോ ഇതാണ് ഇതിൻ്റെ ഫോർവേഡ് കാര എന്ന് പറയുന്നത്. ഫോർവേഡ് കാര ഫോർവേഡ് വോൾട്ടേജ് വേഴ്സസ് ഫോർവേഡ് കറണ്ട്. സോ ഫോർവേഡ് വോൾട്ടേജ് എന്ന് പറയുമ്പോൾ ആനോഡിന് അക്രോസ് പോസിറ്റീവ് സൈഡ് ഓഫ് ദി സപ്ലൈയും ദെൻ നെഗറ്റീവ് സൈഡ് ഓഫ് ദി സപ്ലൈ ഇസ് കണക്റ്റഡ് ടു കാത്തോഡ്. ഓക്കെ, സോ നോർമൽ ഡയോഡിലെ പോലെ തന്നെ ഇതാണ് ഫോർവേഡ് ബയാസ്ഡ് കണ്ടീഷൻ. ദെൻ ഫോർവേഡ് ബയാസ്ഡിൽ വോൾട്ടേജ് അപ്ലൈ ചെയ്യും. ആദ്യം ചെറിയ വോൾട്ടേജിൽ കറണ്ട് ഉണ്ടാവില്ല. ദെൻ വെൻ വോൾട്ടേജ് ഇൻക്രീസസ് ലാർജ് കറണ്ട് ഫ്ലോസ് ത്രൂ ദി സെനർ ഡയോഡ്. സോ അതാണ് ഇതിൻ്റെ ഫോർവേഡ് കാര, ഫോർവേഡ് ബയാസ്ഡ് കണ്ടീഷൻ. ഓക്കെ, സോ ഇനി റിവേഴ്സ് കാര നോക്കുക. കാരണം നമുക്ക് സെനർ ഡയോഡിൻ്റെ കേസിൽ റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷനിലാണ് സെനർ ഡയോഡ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഒരു സർക്യൂട്ടിൽ നമ്മൾ സെനർ ഡയോഡ് യൂസ് ചെയ്യുമ്പോൾ സെനർ ഡയോഡ് എപ്പോഴും റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷനിലാണ് ആ സർക്യൂട്ടിൽ കണക്ട് ചെയ്തിരിക്കുക. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ സെനർ ഡയോഡിൻ്റെ കേസിൽ റിവേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷനിൽ ഇവിടെ നോക്കുക. സോ റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷൻ മീൻസ് ആനോഡ് ഈസ് കണക്റ്റഡ് ടു negative of the supply and cathode is connected to positive. Okay, so അതാണ് റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷൻ. സോ റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷനിൽ സെനർ ഡയോഡ് കണക്ട് ചെയ്യുമ്പോൾ, ഓക്കെ, സോ റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷനിൽ എന്താ സംഭവിക്കുന്നത്? നോർമൽ വോൾട്ടേജ്, ആദ്യം വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ അതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നില്ല. then ഒരു പർട്ടിക്കുലർ റിവേഴ്സ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്, അതാണ് സെനർ വോൾട്ടേജ് എന്ന് പറയും, VZ. ഓക്കെ, റിവേഴ്സ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. സോ ആ ഒരു വോൾട്ടേജ് എത്തിക്കഴിഞ്ഞാൽ
ലാർജ് കറണ്ട് ഫ്ലോ ചെയ്യും ഇതിലൂടെ. ലാർജ് കറണ്ട് മീൻസ് മൈക്രോ ആംപിയർ ആണ് ഇതിൻ്റെ കറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ ലാർജ് കറണ്ട് ഇതിലൂടെ ഫ്ലോ ചെയ്യും, ബട്ട് വോൾട്ടേജ് ചേഞ്ച് ചെയ്യില്ല. ഓക്കെ, വോൾട്ടേജ് ആ ഒരു കോൺസ്റ്റന്റ് വാല്യൂ ഓഫ് വോൾട്ടേജ് എത്തിക്കഴിഞ്ഞാൽ വോൾട്ടേജ് അവിടെ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും. ആ ഒരു പെർട്ടിക്കുലർ വോൾട്ടേജ് കഴിഞ്ഞാൽ റിവേഴ്സ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് അല്ലെങ്കിൽ സെനർ വോൾട്ടേജ് എന്ന് പറയുന്ന ആ ഒരു വോൾട്ടേജ് എത്തിക്കഴിഞ്ഞാൽ ഈ സെനർ ഡയോഡിലൂടെ ലാർജ് കറണ്ട് ഫ്ലോ ചെയ്യും. പക്ഷെ വോൾട്ടേജ് അവിടെ കോൺസ്റ്റന്റ് വാല്യൂ ആയിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്യുക. ഓക്കെ, അതാണ് സെനർ വോൾട്ടേജ് ഓർ VZ. സോ അതുകൊണ്ട് തന്നെയാണ് ഈ സെനർ ഡയോഡ് റെഗുലേറ്റേഴ്സിൽ യൂസ് ചെയ്യുന്നത്. അതായത് വോൾട്ടേജ് റെഗുലേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ലോഡിന് അക്രോസ് ഒരു കോൺസ്റ്റന്റ് വോൾട്ടേജ് വേണം. കോൺസ്റ്റന്റ് DC വോൾട്ടേജിന് വേണ്ടിയിട്ടാണ് വോൾട്ടേജ് റെഗുലേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സെനർ ഡയോഡിന്റെ പ്രോപ്പർട്ടി എന്താണ്, ഇവിടെ റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷനിൽ സെനർ വോൾട്ടേജ് എത്തിക്കഴിഞ്ഞാൽ റിവേഴ്സ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ഓർ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് സെനർ വോൾട്ടേജ്. ഓക്കെ, സോ സെനർ വോൾട്ടേജ് എത്തിക്കഴിഞ്ഞാൽ ആ സെനർ ഡയോഡിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യും, ലാർജ് കറണ്ട് ഫ്ലോ ചെയ്യും, ബട്ട് വോൾട്ടേജ് വോണ്ട് ചേഞ്ച്. ഓക്കെ, സോ വോൾട്ടേജ് അവിടെ ഒരു കോൺസ്റ്റന്റ് വില, സെനർ വോൾട്ടേജ് എത്രയാണ് അത്രയും വോൾട്ടേജ് മെയിൻറ്റെയിൻ ചെയ്യും. എന്നിട്ട് ആ ഡയോഡിലുള്ള ഒരു ഹൈ കറണ്ട് ഫ്ലോ ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ഒരു സെനർ ഡയോഡ് ഈ റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷനിൽ ഒരു സർക്യൂട്ടിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഈ ഒരു സെനർ വോൾട്ടേജ് എത്രയാണോ ആ ഒരു വോൾട്ടേജ് കോൺസ്റ്റന്റ് ആയിട്ട് ആ ലോഡിന് അക്രോസ് കിട്ടും. ഓക്കെ, സോ ആ രീതിയിലാണ് സെനർ ഇവിടെ വർക്ക് ചെയ്യുന്നത്, റെഗുലേറ്റേഴ്സിൽ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഫോർവേഡ് ബയാസിൽ നോക്കാം. ഫോർവേഡ് ബയാസിൽ കറണ്ട് ഇങ്ങനെ കൂടുമ്പോൾ വോൾട്ടേജ് ചെറുതായിട്ട് വേരിയേഷൻ വരുന്നുണ്ട്. ഇവിടുത്തെ ഒരു കോൺസ്റ്റന്റ് വാല്യൂ അല്ല നിൽക്കുന്നത്. വോൾട്ടേജ് ഇവിടുന്ന് പിന്നെയും, അതായത് ക്യാരി ഇങ്ങോട്ട് സ്ലൈറ്റ് ആയിട്ട് റൈറ്റ് സൈഡിലേക്ക് പോകുന്നുണ്ട്. അതായത് റൈറ്റ് സൈഡിലേക്ക് പോകുക മീൻസ് ഇവിടെ വോൾട്ടേജ് എന്താ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെ റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷനിൽ എന്താണ്, വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുന്നില്ല. വോൾട്ടേജ് ഇവിടെ ഒരു കോൺസ്റ്റന്റ് വാല്യൂ നിൽക്കുകയാണ്. ദെൻ കറണ്ട് ആണ് ഇവിടെ ഇൻക്രീസ് ചെയ്യുന്നത്. ഓക്കെ, സോ റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷനിൽ റിവേഴ്സ് വോൾട്ടേജ് അല്ലെങ്കിൽ സെനർ വോൾട്ടേജ് എത്തിക്കഴിഞ്ഞാൽ വോൾട്ടേജ് അവിടെ കോൺസ്റ്റന്റ് വാല്യൂ ആയിട്ട് നിൽക്കും. ദെൻ കറണ്ട് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, സോ ഇതാണ് VI ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സെനർ ഡയോഡ്. ഇത് വരച്ചെടുക്കുക. സെനർ ഡയോഡിന്റെ VI ക്യാരം, ഫോർവേഡ് വോൾട്ടേജ്, ദെൻ ഫോർവേഡ് കറണ്ട്, ദെൻ റിവേഴ്സ് കറണ്ട് മൈക്രോ ആംപിയറിൽ, ഫോർവേഡ് കറണ്ട് മില്ലി ആംപിയർ, ദെൻ റിവേഴ്സ് വോൾട്ടേജ് VZ, സെനർ വോൾട്ടേജ് ഓർ റിവേഴ്സ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. ഓക്കെ, സോ റിവേഴ്സ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എത്തിക്കഴിഞ്ഞാൽ ഇതിലൂടെ ഹൈ കറണ്ട് ഫ്ലോ ചെയ്യും. ദെൻ വോൾട്ടേജ് കോൺസ്റ്റന്റ് വാല്യൂ മെയിൻറ്റെയിൻ ചെയ്യും. Okay, and comparison between സെനർ ബ്രേക്ക് ഡൗണും അവലാഞ്ച് ബ്രേക്ക് ഡൗണും തമ്മിലുള്ള കമ്പാരിസൺ നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് സെനർ വോൾട്ടേജ് റെഗുലേറ്റർ എങ്ങനെയാണ് ഒരു സർക്യൂട്ടിൽ വർക്ക് ചെയ്യാൻ നോക്കാം. ഓക്കെ, കമ്പാരിസൺ ബിറ്റ്വീൻ അവലാഞ്ച് ബ്രേക്ക് ഡൗൺ ആൻഡ് സെനർ ബ്രേക്ക് ഡൗൺ. ഓക്കെ, സോ ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ് അവലാഞ്ച് ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ ഓർഡിനറി ഡയോഡ്. ഓർഡിനറി ഡയോഡിൽ റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷനിൽ നടക്കുന്ന ബ്രേക്ക് ഡൗൺ ആണ് അവലാഞ്ച് ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്നത്. So when reverse voltage is increased, reverse current increases sharply. Okay, so applied voltage accelerates the minority carriers. They attain sufficient kinetic energy and collide with covalent bonds in the crystal. This creates large number of additional electrons which also acquire high energy and make further collision. ഓക്കെ, അപ്പോൾ അവലാഞ്ച് ബ്രേക്ക് ഡൗൺ എവിടെയാണ് നടക്കുന്നത്, നോർമൽ ഡയോഡിൽ റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷനിൽ നോർമൽ ഡയോഡിലാണ് അവലാഞ്ച് ബ്രേക്ക് ഡൗൺ നടക്കുന്നത്. സോ റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷനിൽ റിവേഴ്സ് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇവിടെ റിവേഴ്സ് കറണ്ട് ഷാർപ്ലി ഇൻക്രീസ് ചെയ്യും. സോ അവിടെ ഇങ്ങനെ ബ്രേക്ക് ഡൗൺ കറണ്ട് ഇൻക്രീസ് ചെയ്യാൻ കാരണം എന്താണ്, അപ്ലൈഡ് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുമ്പം വോൾട്ടേജ് മൈനോറിറ്റി കാരിയേഴ്സിനെ ആക്സിലറേറ്റ് ചെയ്യും. ദെൻ ഈ മൈനോറിറ്റി കാരിയേഴ്സ് കോവാലന്റ് ബോണ്ട് ബ്രേക്ക് ചെയ്യും. ദെൻ അവിടെ നിന്നുണ്ടാകുന്ന പിന്നെയും ഉണ്ടാകുന്ന മൈനോറിറ്റി കാരിയേഴ്സ് ഇങ്ങനെ ക്യുമുലേറ്റീവ് പ്രോസസ് ആയിട്ട് അത് അഗെയിൻ കോവാലന്റ് ബോണ്ട് ബ്രേക്ക് ചെയ്യും. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കൂടും, പിന്നെയും അത് കോവാലന്റ്, ആ രീതിയിൽ ഒരു ക്യുമുലേറ്റീവ് പ്രോസസ് ആയിട്ട് നടക്കണം. സോ അതാണ് അവലാഞ്ച് ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്നത്. ഓക്കെ, സോ അതേസമയം സെനർ ഡയോഡിൽ നടക്കുന്നത് അവിടെ ഓൾറെഡി ഹൈലി ഡോപ്ഡ് റീജിയൻ ആയിരിക്കും. അതുകൊണ്ട് ഈ നോർമൽ ഡയോഡിൽ അപ്ലൈ ചെയ്യുന്ന അത്രയും റിവേഴ്സ് വോൾട്ടേജിന്റെ ആവശ്യമില്ല. ഓക്കെ, അല്ലാതെ തന്നെ ചെറിയൊരു വോൾട്ടേജിൽ ഇൻക്രീസ് വരുമ്പം അവിടെ ഹൈ ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. സോ ഈ ഇലക്ട്രിക് ഫീൽഡ് കാരണമാണ് അവിടെ എന്ത് കോവാലന്റ് ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ഹൈ കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ, സോ അതാണ് സെനർ ബ്രേക്ക് ഡൗണും അവലാഞ്ച് ബ്രേക്ക് ഡൗണും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, സോ അത് നമ്മളുടെ ടേബിൾ ആയിട്ട് എഴുതുകയാണെങ്കിൽ
അവലാഞ്ചി ബ്രേക്ക് ഡൗൺ നോക്കാം. നോർമൽ ഡയോഡിലാണ് ബ്രേക്ക് ഡൗൺ ഒക്കേഴ്സ് ഡ്യൂ ടു ദി ഇൻക്രീസ് ഇൻ കറണ്ട് ആസ് എ റിസൾട്ട് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ചാർജ് കാരിയേഴ്സ്. ഓക്കെ, അതായത് അവലാഞ്ചി ബ്രേക്ക് ഡൗണിൽ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുമ്പോൾ മൈനോറിറ്റി കാരിയേഴ്സ് ഇൻക്രീസ് ചെയ്യുന്നു. ആ കാരിയേഴ്സ് അഗെയിൻ കോവാലന്റ് ബോണ്ട് കൊളൈഡ് ചെയ്തിട്ട് കോവാലന്റ് ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് കാരിയേഴ്സ് ഇൻക്രീസ്, ആ രീതിയിൽ ഒരു ക്യുമുലേറ്റീവ് പ്രോസസ് ആയിട്ട് കാരിയേഴ്സ് ഇൻക്രീസ് ചെയ്യണം. ഓക്കെ, സോ അതാണ് ഫസ്റ്റിൽ പറഞ്ഞത്. അവലാഞ്ചി ബ്രേക്ക് ഡൗൺ ഒക്കേഴ്സ് ഡ്യൂ ടു ഇൻക്രീസ് ഇൻ കറണ്ട് ആസ് എ റിസൾട്ട് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ചാർജ് കാരിയേഴ്സ്. ഓക്കെ, അതേസമയം സെനറിൽ എങ്ങനെയാണ്? ബ്രേക്ക് ഡൗൺ ഒക്കേഴ്സ് ഡ്യൂ ടു ദി ഹൈ ഇലക്ട്രിക് ഫീൽഡ് അക്രോസ് ദി ജംഗ്ഷൻ. അതായത് ഹൈലി ഡോപ്ഡ് റീജിയൻ ആണ്. ഇപ്പോൾ ചെറിയൊരു വോൾട്ടേജ് ഇൻക്രീസ് വരുമ്പം തന്നെ അവിടെ ഹൈ ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, സോ ആ ഒരു ഹൈ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകുന്നത് കാരണമാണ് അവിടെ ബ്രേക്ക് ഡൗൺ ഒക്കർ ചെയ്യുന്നത്. ഓക്കെ, സോ അതാണ് ഒരു ഡിഫറൻസ് അവലാഞ്ചി ബ്രേക്ക് ഡൗണും സെനർ ബ്രേക്ക് ഡൗണും തമ്മിലുള്ള ഡിഫറൻസ്. ബ്രേക്ക് ഡൗൺ അവലാഞ്ചിയിൽ ബ്രേക്ക് ഡൗൺ ഒക്കേഴ്സ് ഡ്യൂ ടു ഇൻക്രീസ് ഇൻ കറണ്ട് ആസ് എ റിസൾട്ട് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ചാർജ് കാരിയേഴ്സ്. In the case of Zener breakdown occurs due to high electric field across the junction. Okay. Next point, breakdown occurs at high reverse bias. അതായത് അവലാഞ്ചി ബ്രേക്ക് ഡൗൺ ഒക്കേഴ്സ് ചെയ്യണമെങ്കിൽ ഓൾറെഡി പറഞ്ഞു അവിടെ ഹൈ വോൾട്ടേജ് അപ്ലൈ ചെയ്യണം. ഓക്കെ, ബ്രേക്ക് ഡൗൺ ഒക്കേഴ്സ് അറ്റ് ഹൈ റിവേഴ്സ് ബയാസ്. അതാണ് ഹൈ റിവേഴ്സ് ബയാസ് എന്ന് ഉദ്ദേശിക്കുന്നത്. റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷനിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് ഹൈ വാല്യൂ ആയിരിക്കണം. സോ അങ്ങനെയാണെങ്കിൽ മാത്രമേ അവലാഞ്ചി ബ്രേക്ക് ഡൗൺ ഒക്കർ ചെയ്യുള്ളൂ. അങ്ങനെ ബ്രേക്ക് ഡൗൺ ഒക്കേഴ്സ് അറ്റ് ഹൈ റിവേഴ്സ് ബയാസ്. ഓക്കെ, അതേസമയം സെനറിൽ എങ്ങനെയാണ്? സെനറിൽ ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അവിടെ എന്താണ്? ഹൈലി ഡോപ്ഡ് ആണ്. ഡോപ്പിംഗ് തന്നെ ഹെവി ഡോപ്പിംഗ് ആയതുകൊണ്ട് ബ്രേക്ക് ഡൗൺ ഒക്കേഴ്സ് അറ്റ് ലോ റിവേഴ്സ് ബയാസ്. ഓക്കെ, വോൾട്ടേജ് ഇൻക്രീസ് ആവണം, പക്ഷെ ആ ഇൻക്രീസ് എന്ന് പറയുന്നത് അത്ര ഹൈ നോർമലിൽ പോലെ ഹൈ റിവേഴ്സ് ബയാസ് വേണ്ട, ലോ റിവേഴ്സ് ബയാസ് മതി. ഇതിന്റെ റീസൺ എന്തുകൊണ്ടാണ്? ഇവിടെ സെനറിൽ ഹൈലി ഡോപ്ഡ് ഡയോഡാണ് സെനർ ഡയോഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതാണ് അടുത്ത ഡിഫറൻസ്. ബ്രേക്ക് ഡൗൺ അവലാഞ്ചി പറയുമ്പോൾ ഇത് നമ്മുടെ നോർമൽ ഡയോഡാണ്. ഓക്കെ, സോ അവലാഞ്ചി ഒക്കർ ചെയ്യുന്നത് നോർമൽ ഡയോഡ്സിന്റെ കേസിലാണ്. സോ ബ്രേക്ക് ഡൗൺ ഒക്കേഴ്സ് അറ്റ് ഹൈ റിവേഴ്സ് ബയാസ് ആൻഡ് ഇൻ കേസ് ഓഫ് സെനർ ബ്രേക്ക് ഡൗൺ ഒക്കേഴ്സ് അറ്റ് ലോ റിവേഴ്സ് ബയാസ്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, വിഡ്ത്ത് ഓഫ് ദി ഡിപ്ലീഷൻ റീജിയൻ ഈസ് ഹൈ. ഇത് ഓൾറെഡി പറഞ്ഞതാണ്. ഓക്കെ, സോ അവലാഞ്ചി എന്ന് പറയുമ്പോൾ നോർമൽ ഡയോഡാണ്. നോർമൽ ഡയോഡിൽ ഡോപ്പിംഗ് അത്ര ഹെവി അല്ല, ലോ ഡോപ്പിംഗ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഡോപ്പിംഗ് കുറവായതുകൊണ്ട് വിഡ്ത്ത് ഓഫ് എല്ലാം ഇതിൽ പറയും മിക്ക കാര്യങ്ങൾ എന്താണ്? ഡോപ്പിംഗ് റിലേറ്റഡ് ആണ്. ഓക്കെ, അതായത് നോർമൽ ഡയോഡിൽ ഡോപ്പിംഗ് ലോ ആണ്, സെനറിൽ ഡോപ്പിംഗ് ഹൈ ആണ്. അപ്പോൾ ഡോപ്പിങ്ങിലെ ഡിഫറൻസ് കാരണമാണ് ഇവിടെ പലതും സംഭവിക്കുന്നത്. അതായത് ഇവിടെ ഇപ്പം ഡോപ്പിംഗ് ലോ ആയതുകൊണ്ടാണ് റിവേഴ്സ് ബയാസിൽ എന്ത് വേണ്ടി വരുന്നത്? ഹൈ റിവേഴ്സ് ബയാസ് വേണ്ടി വരുന്നത്. ഓക്കെ, സോ ഇവിടെയാണെങ്കിൽ ഡോപ്പിംഗ് ഹൈ ആയതുകൊണ്ട് എന്ത് മതി? ലോ റിവേഴ്സ് ബയാസ് മതി. അതുപോലെ ഡിപ്ലീഷൻ റീജിയന്റെ വിഡ്ത്ത് ലോ ഡോപ്പിംഗ് ആണ്, അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ്? വിഡ്ത്ത് ഓഫ് ഡിപ്ലീഷൻ റീജിയൻ ഈസ് ഹൈ. നോർമൽ ഡയോഡിൽ വിഡ്ത്ത് ഓഫ് ഡിപ്ലീഷൻ റീജിയന്റെ വിഡ്ത്ത് കൂടുതലായിരിക്കും. അതേസമയം സെനറിൽ എങ്ങനെയാണ്? വിഡ്ത്ത് ഓഫ് ഡിപ്ലീഷൻ റീജിയൻ ഈസ് ലോ. ഓക്കെ, സോ ഇതൊക്കെ അപ്പോൾ തന്നെ എഴുതിയെടുക്കുക കേട്ടോ, പിന്നെ അതിനായിട്ട് ടൈം കളയണ്ട. സോ വിഡ്ത്ത് ഓഫ് നോർമൽ ഡയോഡിൽ വിഡ്ത്ത് ഓഫ് ഡിപ്ലീഷൻ റീജിയൻ ഈസ് ഹൈ, ദെൻ സെനറിലാണെങ്കിൽ വിഡ്ത്ത് ഓഫ് ഡിപ്ലീഷൻ റീജിയൻ ഈസ് ലോ. ഓക്കെ, ദെൻ വേറൊരു ഡിഫറൻസ് വരുന്നത് ദ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ഇൻക്രീസ് ദി ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. ഓക്കെ, അതായത് നമ്മൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ബ്രേക്ക് ഡൗൺ വോൾട്ടേജും അത്രത്തോളം ഇൻക്രീസ് ചെയ്ത് കൊടുക്കണം. അതായത് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ അവിടെ നിങ്ങൾ പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് മെറ്റീരിയൽ അതുപോലെ നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് മെറ്റീരിയൽ എന്ന് പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താണ്? ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ചിട്ട് റെസിസ്റ്റൻസും ഇൻക്രീസ് ചെയ്യും. അതേസമയം നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് എന്ന് പറയുമ്പം ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പം അതിൻ്റെ റെസിസ്റ്റൻസ് കുറയാണ് ചെയ്യുക. ഓക്കെ, സോ ആ രീതിയിൽ രണ്ട് ടൈപ്പ് മെറ്റീരിയൽസ് ഉണ്ട്. സോ ആ ഒരു പ്രോപ്പർട്ടിയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കേസിൽ നോർമൽ ഡയോഡിൻ്റെ കേസിൽ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ഇൻക്രീസസ് ദി ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. ഓക്കെ, അപ്പം നിങ്ങളിപ്പം ആ ഒരു റെസിസ്റ്ററിലെ കൺസെപ്റ്റിലേക്കൊന്നും പോകണ്ട, ആ ഒരു കൺസെപ്റ്റ് കാരണമാണ് ഈ ഒരു പോയിന്റ് വരുന്നത്. ഓക്കെ, സോ നോർമൽ ഡയോഡിൻ്റെ കേസിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അവിടെ ബ്രേക്ക് ഡൗൺ സംഭവിക്കാൻ എന്ത് വേണം? ഹൈ വോൾട്ടേജ് നമ്മൾ അപ്ലൈ ചെയ്യണം. അതായത് ഇപ്പം 10 ഡിഗ്രി സെൽഷ്യസിൽ
2 വോൾട്ടിൽ ബ്രേക്ക് ഡൗൺ നടക്കുകയാണെങ്കിൽ 20 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോൾ ആ 2 വോൾട്ടിൽ ബ്രേക്ക് ഡൗൺ നടക്കില്ല. അപ്പോൾ ബ്രേക്ക് ഡൗൺ നടക്കണമെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ അതിനേക്കാളും ഹയർ വോൾട്ടേജ് അപ്ലൈ ചെയ്യണം. സോ അതാണ് ഇത് പറയുന്നത്. ദ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ഇൻക്രീസസ് ദി ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. ഓക്കെ, അതേസമയം സെനറിന്റെ കേസിൽ എന്താണ്? ദ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ഡിക്രീസസ് ദി ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. അതായത് സെനറിൽ ഇപ്പം നമ്മൾ ടെമ്പറേച്ചർ കൂട്ടുകയാണെങ്കിൽ, അതായത് ഇപ്പം 10 ഡിഗ്രിയിൽ 2 വോൾട്ടിൽ ബ്രേക്ക് ഡൗൺ നടന്നെങ്കിൽ ഇനി 20 ഡിഗ്രി സെൽഷ്യസ് ആക്കുകയാണെങ്കിൽ അതിൽ ബ്രേക്ക് ഡൗൺ നടക്കാൻ 2 വോൾട്ട് വേണ്ട, അതിനേക്കാളും ലോ വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ബ്രേക്ക് ഡൗൺ നടക്കും. ഓക്കെ, ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. സോ അതാണ് ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, സോ അവലാഞ്ചിന്റെ കേസിൽ, അതായത് നോർമൽ ഡയോഡിന്റെ കേസിലാണെങ്കിൽ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ഇൻക്രീസസ് ദി ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. ഇൻ ദ കേസ് ഓഫ് സെനർ ബ്രേക്ക് ഡൗൺ ദ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ഡിക്രീസസ് ദി ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. ഓക്കെ, സോ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ചിട്ട് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് അവിടെ ഡിക്രീസ് ചെയ്യും. നോർമലിന്റെ കേസിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ചിട്ട് ബ്രേക്ക് ഡൗൺ വോൾട്ടേജും ഇൻക്രീസ് ചെയ്യും. ഓക്കെ, then avalanche breakdown it occurs in lightly doped diodes. ഇത് ഓൾറെഡി നമ്മൾ അതേ പറഞ്ഞ പോയിന്റ് ആണ്. അവലാഞ്ച് നോർമൽ ഡയോഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈറ്റ്ലി ഡോപ്ഡ് ഡയോഡ്സ് ആണ്. സെനർ ഡയോഡ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ഹെവിലി ഡോപ്ഡ് ഡയോഡ്സ് ആണ് സെനർ ഡയോഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദീസ് ആർ ദി ഡിഫറൻസ് ബിറ്റ്വീൻ അവലാഞ്ചി ബ്രേക്ക് ഡൗൺ ആൻഡ് സെനർ ബ്രേക്ക് ഡൗൺ. സോ കമ്പാരിസൺ ചോദിക്കുന്നതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ ഡിഫറൻസ് ഓർ കമ്പാരിസൺ ബിറ്റ്വീൻ അവലാഞ്ചി ബ്രേക്ക് ഡൗൺ ആൻഡ് സെനർ ബ്രേക്ക് ഡൗൺ. So avalanche breakdown means breakdown occurs due to increase in current as a result of multiplication of charge carriers. At the same time, the Zener breakdown occurs due to high electric field across the junction. In the case of avalanche breakdown occurs at high reverse bias, and in the case of Zener diode, breakdown occurs at low reverse bias. Okay. Then width of the depletion region is high in case of avalanche breakdown, and width of depletion region is low in case of Zener breakdown. Then the increase in temperature increases the breakdown voltage, then the increase in temperature decreases the breakdown. And in avalanche ഈ പോയിന്റ് ആണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. ഈ പോയിന്റ് നിങ്ങൾ ഓർത്തിരുന്നാൽ ബാക്കി എല്ലാ പോയിന്റും ഇതിന്റെ റിലേറ്റഡ് ആയിട്ട് എഴുതാം. ഓക്കെ, സോ അവലാഞ്ച് എന്ന് പറഞ്ഞാൽ നോർമൽ ഡയോഡ്സിലാണ് അവലാഞ്ച്. സോ നോർമൽ ഡയോഡ് ലൈറ്റ്ലി ഡോപ്ഡ് ആണെന്ന് ഓർത്തിരിക്കാം. ദെൻ സെനർ ഹെവിലി ഡോപ്ഡ് ആണ്. ഓക്കെ, സോ ലൈറ്റ്ലി ഡോപ്ഡ് ആകുമ്പോൾ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് എഴുതാം വിഡ്ത്ത് ഹൈ ആണെന്ന് എഴുതാം. ദെൻ ഇവിടെ ഹെവിലി ഡോപ്ഡ് എന്ന് പറയുമ്പോൾ വിഡ്ത്ത് ലോ ആണെന്ന് എഴുതാം. അതുപോലെ ലൈറ്റ്ലി ഡോപ്ഡ് ആണെങ്കിൽ ബ്രേക്ക് ഡൗണിന് ഹൈ റിവേഴ്സ് വോൾട്ടേജ് വേണ്ടി വരും. അതുപോലെ ഹെവിലി ഡോപ്ഡ് ആകുമ്പോൾ ബ്രേക്ക് ഡൗണിന് ലോ റിവേഴ്സ് വോൾട്ടേജ് മതിയാവും. ഓക്കെ, സോ ഈ ഒരു പോയിന്റ് ഓർത്താൽ തന്നെ നിങ്ങൾക്ക് ഈ 3 പോയിന്റ് ഒരുമിച്ച് എഴുതാം, ലൈറ്റ്ലി ഡോപ്ഡും ഹെവിലി ഡോപ്ഡും. ഓക്കെ, സോ ഇത് ക്ലിയർ ആണല്ലോ. ഇപ്പൊ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം. ഓക്കെ, സോ സെനർ ഡയോഡ് ആസ് എ വോൾട്ടേജ് റെഗുലേറ്റർ. ഓക്കെ, അപ്പൊ നമ്മളിപ്പോൾ എന്തിനാ സെനർ ഡയോഡ് പഠിച്ചത്? വോൾട്ടേജ് റെഗുലേറ്റർ സർക്യൂട്ടിലേക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെനർ ഡയോഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സെനർ ഡയോഡ് എങ്ങനെയാണ് ഒരു വോൾട്ടേജ് റെഗുലേറ്റർ സർക്യൂട്ടിൽ വർക്ക് ചെയ്യുന്നത്? സോ വോൾട്ടേജ് റെഗുലേറ്റർ മീൻസ് വാട്ട്? ദ ഔട്ട്പുട്ട് ഓഫ് ദിസ് വോൾട്ടേജ് റെഗുലേറ്റർ വിൽ ബി കോൺസ്റ്റന്റ് DC വോൾട്ടേജ്. ഓക്കെ, വോൾട്ടേജ് റെഗുലേറ്ററിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് DC വോൾട്ടേജ് ആയിരിക്കും. സോ അതാണ് വോൾട്ടേജ് റെഗുലേറ്റർ. ഓക്കെ, സോ ഈ വോൾട്ടേജ് റെഗുലേറ്ററിൽ എങ്ങനെയാണ് ഒരു സർക്യൂട്ടിൽ സെനർ ഡയോഡ് വോൾട്ടേജ് റെഗുലേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നത്? ഓക്കെ, സോ ഇതാണ് അതിൻ്റെ ഒരു സർക്യൂട്ട് ഡയഗ്രാം. ഇതാണ് നമ്മൾ സെനർ ഡയോഡ് VZ എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. സെനർ ഡയോഡ്, സോ ഇതൊരു സപ്ലൈ വോൾട്ടേജ്, ദെൻ റെസിസ്റ്റർ RS, ഇത് സെനർ ഡയോഡ്, ഇതാണ് ലോഡ്. അപ്പോൾ ഈ ലോഡിന് അക്രോസ് നമുക്കൊരു കോൺസ്റ്റന്റ് ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടും. ഈ VS എന്ന് പറയുന്നത് നമ്മളിപ്പോൾ DC ആണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ DCയിൽ ചെറിയ മാഗ്നിറ്റ്യൂഡ് വേരിയേഷൻസ് ഉണ്ടായാൽ പോലും അത് ഇതിനെ എഫക്റ്റ് ചെയ്യില്ല. നമുക്ക് ഈ ലോഡിന് അക്രോസ് എന്ത് കിട്ടും? റെഗുലേറ്റഡ് ആയിട്ട് ഒരു ഔട്ട്പുട്ട് കിട്ടും. അതാണ് ഈ ഒരു ഫിഗർ കൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, VS എന്തെങ്കിലും ചെറിയൊരു വേരിയേഷൻ വന്നു കഴിഞ്ഞാലും റെഗുലേറ്റഡ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും. ഓക്കെ, സോ സെനർ ഡയോഡ് എങ്ങനെയാണ് ഒരു റെഗുലേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നത്? ഇപ്പോൾ സെനർ ഡയോഡ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഓൾറെഡി പറഞ്ഞു. സെനർ ഡയോഡ് വർക്ക്സ് ഇൻ റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷൻ അല്ലെങ്കിൽ റിവേഴ്സ് ബ്രേക്ക് ഡൗൺ റീജിയനിലാണ് സെനർ ഡയോഡ് വർക്ക് ചെയ്യുക അല്ലേ? ഇപ്പം നോർമൽ ഡയോഡ്സ്, ഇപ്പം ഡയോഡ്സ് ആണ് റെക്ടിഫയർ സർക്യൂട്ടിൽ യൂസ് ചെയ്തത്. അപ്പം നോർമൽ ഡയോഡ്സ് എങ്ങനെയാണ് ഫോർവേഡ് ബയാസ്ഡ് കണ്ടീഷനിൽ കണ്ടക്ട് ചെയ്യുന്നു.
സോ ആ ഒരു ഫോർവേഡ് ബയാസ്ഡിൽ കണ്ടക്ട് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് നോർമൽ ഡയോഡ്സ് നമ്മൾ സർക്യൂട്ടിൽ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന അതിൻ്റെ പ്രോപ്പർട്ടി. അതേസമയം സെനർ ഡയോഡ് ഒരു സർക്യൂട്ടിൽ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷനിൽ വർക്ക് ചെയ്യുന്നു. ഓക്കെ, സെനർ ഡയോഡ് എപ്പോഴും ഒരു സർക്യൂട്ടിൽ യൂസ് ചെയ്യുമ്പോൾ അത് റിവേഴ്സ് ബയാസ്ഡ് റീജിയനിലായിരിക്കും വർക്ക് ചെയ്യുക. ഓക്കെ, സോ നമ്മൾ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കിയപ്പോൾ എങ്ങനെയായിരുന്നു? റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷനിൽ റിവേഴ്സ് വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു പെർട്ടിക്കുലർ വോൾട്ടേജ്, അതായത് സെനർ വോൾട്ടേജ് എത്തിക്കഴിഞ്ഞാൽ കറണ്ട് ഇൻക്രീസ് ചെയ്യും. പക്ഷെ വോൾട്ടേജ് എന്താണ് അവിടെ? കോൺസ്റ്റന്റ് വാല്യൂ ആണ്. ഓക്കെ, സോ ആ ഒരു പ്രോപ്പർട്ടിയാണ് വോൾട്ടേജ് റെഗുലേറ്ററിലും യൂസ് ചെയ്യുന്നത്. സെനർ ഡയോഡ് വോൾട്ടേജ് റെഗുലേറ്റർ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് സെയിം പ്രോപ്പർട്ടി തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്ന റെസിസ്റ്റൻസ് RS എന്ന് പറയുന്ന ഒരു സീരീസ് റെസിസ്റ്റർ ആണ്. സോ ഇതിൻ്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈ ഡയോഡിലൂടെ ഫ്ലോ ചെയ്യുന്നത്, ഇവിടെ ഒരു സപ്ലൈ കൊടുത്തു, ഡയോഡ് റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷനിലായി. അതായത് റിവേഴ്സ് ബയാസ്ഡ് എങ്ങനെയാണ് നോക്കാം. ഈ സെനർ ഡയോഡിന്റെ കാത്തോഡ് എവിടെയാണ് വരുന്നത്? ഇവിടെയാണ് കാത്തോഡ്. ഓക്കെ, ഇത് കാത്തോഡാണ്, ഈ ടെർമിനൽ ആനോഡാണ്. ഓക്കെ, സോ കാത്തോഡ് എവിടത്തേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? പോസിറ്റീവിലേക്കാണ്. സോ കാത്തോഡ് പോസിറ്റീവ്, ആനോഡ് എവിടത്തേക്കാണ് വരിക? നെഗറ്റീവിലേക്കാണ് വരിക. ഓക്കെ, കാത്തോഡ് പോസിറ്റീവ് ആൻഡ് ആനോഡ് നെഗറ്റീവ്. സോ ആനോഡ് നെഗറ്റീവ്, കാത്തോഡ് പോസിറ്റീവ് മീൻസ് എന്താണ്? ഡയോഡ് റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷനിലാണ് ഉള്ളത്. ഓക്കെ, സോ റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷനിലാണ് ഡയോഡ് ഈ സർക്യൂട്ടിൽ, അതായത് സെനർ ഡയോഡ് ഈ സർക്യൂട്ടിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഇവിടെ ഒരു റെസിസ്റ്റൻസ് കണക്ട് ചെയ്തിട്ടുണ്ട്, RS. RS എന്ന് പറയുന്ന റെസിസ്റ്റൻസ് എങ്ങനെയാണ്? ഈ ഡയോഡ് ഇവിടെ ഇതിലൂടെ കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ ഇതിന് സീരീസ് ആയിട്ടല്ലേ RS എന്ന് പറയുന്ന റെസിസ്റ്റൻസ് വരിക? ഡയറക്റ്റ് സീരീസ് അല്ല, ഇവിടുന്ന് ഒരു ബ്രാഞ്ച് കൂടെ പോകുന്നുണ്ട്. എങ്കിൽ പോലും ഇവിടുത്തെ കറണ്ടിനെ ലിമിറ്റ് ചെയ്യാൻ RS എന്ന് പറയുന്ന റെസിസ്റ്റർ യൂസ് ചെയ്യുന്നത് ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിനെ ലിമിറ്റ് ചെയ്യാനാണ്. അതായത് ഇവിടെ ഇപ്പോൾ ഒരു റെസിസ്റ്റൻസ് ഇല്ല, ഡയറക്റ്റ് ഇങ്ങനെയാണ് കണക്ട് ചെയ്തതെങ്കിൽ എന്താണ്? ഇവിടെ റെസിസ്റ്റൻസ് വാല്യൂ 0 ആണ്. അപ്പോൾ റെസിസ്റ്റൻസ് വാല്യൂ 0 ആകുമ്പോൾ എന്തായാലും കൂടുതൽ കറണ്ട് ഫ്ലോ ചെയ്യും. അതേസമയം ഇവിടെ ഒരു റെസിസ്റ്റൻസ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ലിമിറ്റ് ആവും. ഓക്കെ, സോ റെസിസ്റ്റൻസ് എത്രയാണോ വെച്ചിരിക്കുന്നത് ആ റെസിസ്റ്റൻസിനനുസരിച്ചിട്ട് അതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിൻ്റെ വാല്യൂ ഡിക്രീസ് ചെയ്യും. സോ അതിന് വേണ്ടിയിട്ടാണ് ഈ സർക്യൂട്ടിൽ ഒരു റെസിസ്റ്റൻസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ സീരീസ് റെസിസ്റ്റർ RS എന്ന് പറയുന്നത് തന്നെ സീരീസ് റെസിസ്റ്റൻസ് എന്നാണ്. സീരീസ് റെസിസ്റ്റർ RS will resist the maximum current to a safe value. ഓക്കെ, അതായത് ഇവിടെ ഒരു റെസിസ്റ്റൻസ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് മാത്രമേ കറണ്ട് ഫ്ലോ ചെയ്യൂ. അപ്പോൾ ഇതിലൂടെ സെനറിലൂടെ ഇതിലൂടെ എത്രയാണോ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് അതിൻ്റെ ഒരു പാർട്ടാണ് സെനറിലൂടെ ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലൂടെ ഹൈ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അത്രയും പാർട്ട് സെനറിലൂടെ ഫ്ലോ ചെയ്യും. അപ്പോൾ ഇവിടെ ഒരു റെസിസ്റ്റർ സീരീസ് ആയിട്ട് ഇവിടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും കുറച്ച് കറണ്ടേ ഫ്ലോ ചെയ്യുള്ളൂ. അപ്പോൾ സെനറിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിനെ ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? സീരീസ് റെസിസ്റ്റർ കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷൻ ആണ്. ഇതിന് അക്രോസ് ഒരു വോൾട്ടേജ്, ഇവിടെ ഒരു റെസിസ്റ്റർ കണക്ട് ചെയ്തു, ഇതിന് അക്രോസ് ഒരു വോൾട്ടേജ് വരും. അപ്പോൾ ഈ വോൾട്ടേജ് സെനർ വോൾട്ടേജ് എത്തിക്കഴിഞ്ഞാൽ എന്താ? ഇതിലൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യും. കറണ്ട് ഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് അക്രോസ് റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷനിൽ എന്തായിരുന്നു? ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് VZ, അതായത് സെനർ വോൾട്ടേജ് എത്രയാണോ അത്രയും വോൾട്ടേജ് ആണ് ഈ രണ്ട് ടെർമിനലിന് അക്രോസ് കിട്ടുക. ആ വോൾട്ടേജ് ആണ് ലോഡിന് അക്രോസ് കിട്ടുക. അപ്പോൾ ഈ സെനർ എന്തായി? റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷനിൽ ഒരു റെഗുലേറ്ററായി. ഓക്കെ, സോ റെഗുലേറ്റർ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് എത്രയാണോ ഒരു സെനർ നമ്മൾ വാങ്ങിക്കുമ്പോൾ ആ സെനറിന് ഇത്രയാണ് വോൾട്ടേജിന് സ്പെസിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ അതിന് എത്രയാണോ വോൾട്ടേജ് ആ വോൾട്ടേജ് നമുക്ക് ലോഡിന് അക്രോസ് കിട്ടും. ഓക്കെ, ഇതാണ് സെനർ ഡയോഡ് ഒരു വോൾട്ടേജ് റെഗുലേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇത് സർക്യൂട്ട് വരച്ചെടുക്കുക. ക്ലിയർ ആണോ ഇത്രയും? സെനർ ഡയോഡ് ആസ് എ വോൾട്ടേജ് റെഗുലേറ്റർ. Okay, the next topic, public addressing system. Okay, എന്താണ് പബ്ലിക് അഡ്രസ്സിംഗ് സിസ്റ്റം?
അതിൽ മീനിങ് തരുന്നുണ്ട്, പബ്ലിക് അഡ്രസ്സിംഗ് സിസ്റ്റം, അതായത് പബ്ലിക്കിനെ അഡ്രസ്സ് ചെയ്യാം. നമ്മൾ മൈക്കിലൂടെ സൗണ്ട് കൊടുത്തിട്ട് ലൗഡ് സ്പീക്കറിലൂടെ ഇപ്പോൾ ഒരു ഗ്യാതറിങ്ങിനെയൊക്കെ. ഇതിന് മുന്നേ എടുത്ത ടോപ്പിക് ഒക്കെ ക്ലിയർ ആണല്ലോ, റെക്ടിഫയർ, ഫിൽട്ടർ ആൻഡ് അതായത് നമ്മൾ ഡി സി പവർ സപ്ലൈ ആയിരുന്നു പറഞ്ഞിരുന്നത്, അതിലെ എല്ലാ കമ്പോണൻസും ആയി. ഓക്കെ, സോ ട്രാൻസ്ഫോമറിന്റെ വർക്കിംഗ് നിങ്ങൾക്ക് ആവശ്യമില്ല, ഡീറ്റെയിൽഡ് വർക്കിംഗ് കാര്യം ആവശ്യമില്ല. ദെൻ റെക്ടിഫയർ, ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയർ സർക്യൂട്ട്, ഇറ്റ്സ് വർക്കിംഗ്. ദെൻ വേവ് ഫോം, ദെൻ അതുപോലെ ഫിൽറ്ററിൽ കപ്പാസിറ്റർ ഫിൽട്ടർ, ദെൻ റെഗുലേറ്ററിൽ സെനർ വോൾട്ടേജ് റെഗുലേറ്റർ. ഓക്കെ, സോ ഡി സി പവർ സപ്ലൈയിൽ വരുന്ന എല്ലാ കമ്പോണൻസും സർക്യൂട്ട് ഡയഗ്രാം വർക്കിംഗ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, സോ ഇത്രയും ഇതിൽ വരുന്ന എല്ലാ ഇത് ക്ലിയർ അല്ലേ, സർക്യൂട്ട് ഡയഗ്രാം ആൻഡ് വർക്കിംഗ്. നിങ്ങളിവിടെ ക്ലാസ്സിലുണ്ടോ? ആ ഓക്കെ ഓക്കെ. ഏതർ യു ക്യാൻ മെസ്സേജ് അല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാട്ടോ. അവിടെ മെസ്സേജ് ഓപ്ഷൻ ഇല്ലേ, നിങ്ങൾക്ക് അറിയില്ലേ മെസ്സേജ് ഓപ്ഷൻ ഉണ്ട്, അത് എടുത്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ ക്ലാസ്സിൻ്റെ ഇടയിൽ ഡൗട്ട് വരികയാണെങ്കിൽ അത് മെസ്സേജ് ചെയ്യുക, അല്ലെങ്കിൽ ചോദിച്ചതിന് ഒന്നെങ്കിൽ മെസ്സേജിൽ റിപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ മ്യൂട്ട് ചെയ്ത് അൺമ്യൂട്ട് ചെയ്തിട്ട് വോയിസിൽ തന്നെ പറയാം. ഓക്കെ, മെസ്സേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാം. സോ നെക്സ്റ്റ് ടോപ്പിക് പബ്ലിക് അഡ്രസ്സിംഗ് സിസ്റ്റം. ഓക്കെ, നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ വരുന്നത്. പബ്ലിക് അഡ്രസ്സിംഗ് സിസ്റ്റം, നിങ്ങൾ പേര് കേൾക്കുമ്പോൾ പേടിച്ചുകൊണ്ട്. പബ്ലിക് അഡ്രസ്സിംഗ് സിസ്റ്റം മീൻസ് വാട്ട്? പബ്ലിക് അഡ്രസ്സിംഗ് സിസ്റ്റം ഈസ് എ സിസ്റ്റം വിച്ച് ആംപ്ലിഫൈസ് ലാർജ് ഗ്യാതറിംഗ് ഓഫ് പീപ്പിൾ. അതായത് നമ്മൾ മൈക്കിലൂടെ പറഞ്ഞിട്ട് സ്പീക്കറിലൂടെ പുറത്തേക്ക് വരുന്നു അല്ലേ? സോ അതാണ് പബ്ലിക് അഡ്രസ്സിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. സോ പബ്ലിക് അഡ്രസ്സിംഗ് സിസ്റ്റം ഈസ് എ സിസ്റ്റം വിച്ച് ആംപ്ലിഫൈസ് സൗണ്ട് ഫോർ ലാർജ് ഗ്യാതറിംഗ് ഓഫ് പീപ്പിൾ. ഇറ്റ് ഇൻക്രീസസ് ദി ലൗഡ്നെസ് ഓഫ് എ ഹ്യൂമൻ വോയിസ്. അതായത് നമ്മൾ സൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട്, അതായത് കുറേ ആൾക്കാരുണ്ടാകുമ്പോൾ അതിൽ പ്രസന്റ് ചെയ്യുന്നില്ല, അത് തന്നെയാണ്. ഓക്കെ, സോ ഇറ്റ് ഇൻക്രീസസ് ദ ലൗഡ്നെസ് ഓഫ് എ ഹ്യൂമൻ വോയിസ്, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ഓർ റെക്കോർഡഡ് മ്യൂസിക് എക്സെട്ര. അതായത് ഇപ്പം നമുക്ക് പാട്ട് സ്പീക്കറിൽ ഇട്ടിട്ട് കേൾക്കുന്നു, അതല്ലെങ്കിൽ ഒരു നമ്മളെന്താ സ്പീച്ച് നടത്തുകയാണെങ്കിൽ അത് കേൾക്കാൻ വേണ്ടിയിട്ട്. സോ അതാണ് പബ്ലിക് അഡ്രസ്സിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. പബ്ലിക് അഡ്രസ്സിംഗ് സിസ്റ്റം ഇസ് എ സിസ്റ്റം which amplifies sound for large gathering of people. It increases the loudness of a human voice, musical instrument or recorded music, etc. Okay, so application includes music concerts, sports, stadium, school auditorium, public transportation vehicle. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെ. ഓക്കെ, സോ നമ്മൾ എവിടെയൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത്? പബ്ലിക് അഡ്രസ്സിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അതായത് നമുക്ക് സൗണ്ട് എവിടെയൊക്കെയാണോ കൂടുതൽ ആവശ്യമുള്ളത്. ഓക്കെ, ഇപ്പം മ്യൂസിക് കൺസേർട്സിന്, ഇപ്പം സ്പോർട്സിൽ, സ്റ്റേഡിയത്തിൽ നമുക്ക് അനൗൺസ്മെന്റ് പറയാണ്, അതുപോലെ ഇപ്പോൾ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ അനൗൺസ്മെന്റിന് വേണ്ടിയിട്ട്, പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ വെഹിക്കിൾ എക്സെട്ര. ഓക്കെ, സോ അതിൽ ഏതൊക്കെയാണ് ബ്ലോക്ക് ഡയഗ്രാം വരച്ചെടുക്കുക. ഓക്കെ, സോ എന്തൊക്കെയാണ് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണെങ്കിലും, പക്ഷെ അതിൻ്റെ അകത്ത് ഏതൊക്കെ കമ്പോണൻസ് ആണ് വരുന്നത്, ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ കമ്പോണൻസ് ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ ഫസ്റ്റ് തന്നെ ഉള്ളത് എന്താണ്? മൈക്ക്. ഓക്കെ, സോ മൈക്ക്, ദെൻ പ്രീ ആംപ്ലിഫയർ, ദെൻ ഫ്രം പ്രീ ആംപ്ലിഫയർ ടു മിക്സർ, ദെൻ മിക്സറിലേക്ക് എന്താണ് ഇപ്പം നമ്മൾ മ്യൂസിക് പ്ലെയറോ വേറെ എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ അതും കൂടെ ഇതിലേക്ക് കൊടുക്കുന്നത് CPU, MP3 ഓർ മ്യൂസിക് പ്ലെയർ. ദെൻ മിക്സർ ടു പവർ ആംപ്ലിഫയർ, ദെൻ ടു ലൗഡ് സ്പീക്കർ. ഓക്കെ, സോ അത് വരച്ചെടുക്കുക. ഓക്കെ, മൈക്ക്, പ്രീ ആംപ്ലിഫയർ, ദെൻ മിക്സർ. മിക്സറിലേക്ക് നമ്മൾ വേറെ വേണമെങ്കിൽ മിക്സറിൻ്റെ കൂടെ എന്താ ഈ മൈക്കിൽ നിന്ന് വരുന്ന സൗണ്ട് അല്ലാതെ അതിൻ്റെ കൂടെ CPU, MP3 പ്ലെയർ അല്ലെങ്കിൽ മ്യൂസിക് പ്ലെയർ എന്നുള്ള സിഗ്നൽസും കൂടെ കൊടുക്കാം.
ദെൻ പവർ ആംപ്ലിഫയർ, അവിടെ നിന്ന് വരുന്ന സിഗ്നൽ പവർ ആംപ്ലിഫയറിലേക്ക് കൊടുക്കും. ദെൻ ടു ലൗഡ് സ്പീക്കർ. ഓക്കെ, സോ ഫസ്റ്റ് എന്താണെന്ന് നോക്കാം. മൈക്ക് അല്ലെങ്കിൽ മൈക്രോഫോൺ എന്ന് അതിൽ എഴുതും കേട്ടോ, മൈക്ക് ഓർ മൈക്രോഫോൺ. ഓക്കെ, സോ മൈക്ക് എന്താ ചെയ്യുന്നത്? It senses sound signals and convert them into corresponding electrical signal. ഓക്കെ, സോ അതിലൂടെ നമ്മൾ പറയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മൾ ഇൻപുട്ട് അവിടെ കൊടുക്കുന്നത് എന്താണ്? നമ്മൾ സൗണ്ട് സിഗ്നൽ ആണ്. ഓക്കെ, അപ്പൊ ആ സൗണ്ട് സിഗ്നലിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? കറസ്പോണ്ടിങ് ഇലക്ട്രിക്കൽ സിഗ്നൽ ആയിട്ട് കൺവേർട്ട് ചെയ്യും. അതായത് ബാക്കിയുള്ള സിസ്റ്റത്തിലെ ബാക്കിയുള്ള കമ്പോണൻസിനെ പ്രോസസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഇലക്ട്രിക്കൽ സിഗ്നൽ ആയിട്ട് കൺവേർട്ട് ചെയ്യാം. സോ അതാണ് മൈക്കിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, it senses the sound signal and converts them into corresponding electrical signal that can be processed by rest of the system. അതായത് ബാക്കി ഇതിലുള്ള പ്രീ ആംപ്ലിഫയർ, മിക്സർ, ഇതിനൊക്കെ എന്ത് വേണം? ആ സിഗ്നലിനെ പ്രോസസ് ചെയ്യാൻ പറ്റണം. ഓക്കെ, സൗണ്ട് സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ സൗണ്ട് സിഗ്നലിനെ ഡയറക്റ്റ് ആയിട്ട് ബാക്കിയുള്ള സിസ്റ്റത്തിന് പ്രോസസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ബാക്കിയുള്ള സിസ്റ്റത്തിന് പ്രോസസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഇലക്ട്രിക്കൽ സിഗ്നൽ ആയിട്ട് കൺവേർട്ട് ചെയ്യുക. സൗണ്ട് സിഗ്നലിൽ നമ്മൾ കൊടുക്കുന്ന സൗണ്ട് സിഗ്നലിന് ഇലക്ട്രിക്കൽ സിഗ്നൽ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? മൈക്ക് അല്ലെങ്കിൽ മൈക്രോഫോൺ. മൈക്ക് ഓർ മൈക്രോഫോൺ. സോ അതിന് മെയിൻ ആയിട്ട് പറയുന്നത് ട്രാൻസ്ഡ്യൂസർ എന്ന് പറയും. ഓക്കെ, ട്രാൻസ്ഡ്യൂസർ അതായത് ഒരു ടൈപ്പ് സിഗ്നലിനെ വേറൊരു ടൈപ്പ് സിഗ്നൽ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിനെയാണ് ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നത്. TRANSDUCER. TRANSDU, transducer spelling TRANSDUCER. Okay, so transducer means it converts one form of signal into another form of signal. Okay, so ഏതൊരു ഫോമിലുള്ള സിഗ്നൽ, അതായത് ഇപ്പം സൗണ്ട് സിഗ്നൽ ടു ഇലക്ട്രിക്കൽ ആകാം, ഇലക്ട്രിക്കൽ ടു സൗണ്ട് ആകാം. ഓക്കെ, സോ അങ്ങനെ സിഗ്നലിന് ഒരു ഫോമിന് വേറൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ഓക്കെ, സോ ആ ഒരു കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു സിസ്റ്റത്തിനെയാണ് ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നത്. ഇപ്പൊ മൈക്കോ അല്ലെങ്കിൽ മൈക്രോഫോൺ എടുത്തു കഴിഞ്ഞാൽ അതും ഒരു ട്രാൻസ്ഡ്യൂസർ ആണ്. ഓക്കെ, സോ അതെന്താ ചെയ്യുന്നത്? സൗണ്ട് സിഗ്നലിന് ഇലക്ട്രിക്കൽ സിഗ്നൽ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഓക്കെ, അതിപ്പോ ഇനിയിപ്പം ഇലക്ട്രിക്കൽ സിഗ്നലിന് മെക്കാനിക്കൽ സിഗ്നൽ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ടാവാം. അതായത് നമുക്കിപ്പോൾ മൂവ്മെന്റ്, മെക്കാനിക്കൽ സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ ചില കേസിൽ മെക്കാനിക്കൽ സിഗ്നൽ, അതായത് നമ്മളൊരു സാധനത്തിനെ മൂവ് ചെയ്യുമ്പം ആ മൂവ്മെന്റ് കറസ്പോണ്ടിങ് ആയിട്ട് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ സിഗ്നലിനെ കറന്റ് സിഗ്നൽ ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, സോ അതായത് ഒരു ടൈപ്പ് സിഗ്നൽസിനെ വേറൊരു ടൈപ്പ് സിഗ്നൽ ആയിട്ട് കൺവേർട്ട് ചെയ്യാം. സോ ആ കൺവേർട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ആ ഒരു എക്യുപ്മെന്റിനെയാണ് എന്ത് പറയുന്നത്? ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നത്. ഓക്കെ, സോ മൈക്ക് അല്ലെങ്കിൽ മൈക്രോഫോൺ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ട്രാൻസ്ഡ്യൂസർ. അതായത് ഇറ്റ് കൺവേർട്സ് വൺ സിഗ്നൽ ടു അനദർ ഫോം. അതായത് സൗണ്ട് സിഗ്നലിനെ ഇലക്ട്രിക്കൽ സിഗ്നൽ ആയിട്ട് കൺവേർട്ട് ചെയ്യാണ് എന്ത് ചെയ്യുന്നത്? ഈ മൈക്ക് അല്ലെങ്കിൽ മൈക്രോഫോൺ ചെയ്യുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ അതിനെന്ത് പറയാം? ട്രാൻസ്ഡ്യൂസർ എന്ന് പറയാം. ട്രാൻസ്ഡ്യൂസർ എന്ന് നിങ്ങൾ അത്ര ഇമ്പോർട്ടൻ്റ് ആയി കൊടുക്കണ്ട, അവിടെ ഒരു വേർഡ് ഇട്ടോണ്ട് ഞാൻ പറഞ്ഞതാണ്. ഓക്കെ, സോ മൈക്രോഫോൺ മീൻസ് ഇറ്റ്സ് എ ട്രാൻസ്ഡ്യൂസർ വിച്ച് സെൻസസ് ആൻഡ് കൺവേർട്സ് സൗണ്ട് സിഗ്നൽ ഇൻ ടു കറസ്പോണ്ടിങ് ഇലക്ട്രിക്കൽ സിഗ്നൽ. അപ്പൊ മൈക്രോഫോണിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് സെൻസസ് സൗണ്ട് സിഗ്നൽ. അതായത് നമ്മൾ പറയുന്ന സൗണ്ട് സിഗ്നലിൽ എന്തായിട്ട് വെക്കാം? കറസ്പോണ്ടിങ് ഇലക്ട്രിക്കൽ സിഗ്നൽ, convert it to an electrical signal. Okay, so that can be processed by other system connected to microphone. ബാക്കിയുള്ള സിസ്റ്റത്തിന് കണക്ട് ചെയ്യാൻ, പ്രോസസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇലക്ട്രിക്കൽ സിഗ്നൽ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുക. സോ അതാണ് മൈക്രോഫോണിന്റെ ഫംഗ്ഷൻ. ദെൻ അത് കഴിഞ്ഞാൽ അടുത്ത കമ്പോണന്റ് വരുന്നത് എന്താണ്? പ്രീ ആംപ്ലിഫയർ. ഓക്കെ, സോ ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മാഗ്നിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്യാണ്. ഓക്കെ, so purpose preamplifier is used to increase the amplitude of the signal coming from microphone, enabling for further processing. Okay, സോ അതായത് പിന്നെ പ്രീ ആംപ്ലിഫയർ നിന്ന് മിക്സറിലേക്ക് പോകണം. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്ന, അതായത് മൈക്കിൽ നിന്ന് വരുന്ന സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്യുന്നു. അത്രത്തോളം മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ അതിനെ ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് യൂസ് ചെയ്യുന്നത്? പ്രീ ആംപ്ലിഫയർ യൂസ് ചെയ്യുന്നത്.
ഓക്കെ. സോ പ്രീ ആംപ്ലിഫയർ എന്ന് വരുന്ന സിഗ്നൽ ഇതിലേക്ക് കൊടുക്കും, മിക്സറിലേക്ക് കൊടുക്കും. അപ്പൊ മിക്സറിൽ എന്താ ചെയ്യുന്നത് നോക്കി, ഈ മൈക്കിൽ നിന്ന് വരുന്ന സിഗ്നൽസ് വേറെ സിഗ്നൽസ് ഉണ്ടെങ്കിൽ എല്ലാം കൂടെ മിക്സ് ചെയ്യാൻ മനസ്സിലാവും. ഓക്കെ. The preamplifier purpose of preamplifier is to increase amplitude of signal coming from microphone, enabling for further processing. Okay. Then mixer means mixer will mix signal from mic, MP3 player, audio player, CD player, etc. It also sometimes have graphic equalizer to adjust the balance between different frequency component. Okay. So mixer എന്ന് പറയുന്നത് നമ്മുടെ മൈക്കിൽ നിന്ന് വരുന്ന വേറെ MP3 പ്ലെയർ, CD പ്ലെയർ എന്നൊക്കെ വരുന്ന സിഗ്നൽസിനെ മിക്സ് ചെയ്തിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ മിക്സർ യൂസ് ചെയ്യുന്നത്. ഓക്കെ. നെക്സ്റ്റ് മിക്സർ എവിടത്തേക്കാണ് പോകുന്നത്, പവർ ആംപ്ലിഫയർ. ഓക്കെ. സോ പവർ ആംപ്ലിഫയറിന് അത് അഗെയിൻ ആംപ്ലിഫൈ, ഇവിടെ കിട്ടിയിരിക്കുന്ന സിഗ്നലിന്, മിക്സറിൽ കിട്ടിയിരിക്കുന്ന സിഗ്നലിന് അഗെയിൻ ആംപ്ലിഫൈ ചെയ്തിട്ട് ലൗഡ് സ്പീക്കറിന് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അത്രയും ആംപ്ലിറ്റ്യൂഡ് ഉള്ള ഒരു സിഗ്നൽ ആയിട്ട് കൺവേർട്ട് ചെയ്യാം, സ്ട്രോങ് ആയിട്ടുള്ള സിഗ്നൽ ആയിട്ട് കൺവേർട്ട് ചെയ്യാം. ഓക്കെ. സോ അതാണ് പവർ ആംപ്ലിഫയർ ചെയ്യുന്നത്. ഓക്കെ. So power amplifier, power of the electrical signal is boosted by power amplifier so that it becomes strong enough to drive the loudspeaker. Okay. So loudspeaker കൊടുത്തിട്ട് അവർ അത്രയും നമുക്ക് സൗണ്ട് കിട്ടണം, അതിന് വേണ്ടിയിട്ട് ഇലക്ട്രിക്കൽ സിഗ്നലിനെ ബൂസ്റ്റ് ചെയ്യുക, അതിന്റെ പവർ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് യൂസ് ചെയ്യുന്നത്, പവർ ആംപ്ലിഫയർ യൂസ് ചെയ്യുന്നത്. ദെൻ ലൗഡ് സ്പീക്കറിന്റെ ഫംഗ്ഷൻ എന്താണ്, നമുക്ക് അഗെയിൻ എന്ത് കിട്ടണം, സൗണ്ട് സിഗ്നൽ കിട്ടണം. ആദ്യം നമ്മൾ മൈക്കിൽ കൊടുത്തപ്പോഴത്തേക്കും എന്തായി, ഫസ്റ്റ് ഇൻപുട്ട് സൈഡിൽ നിന്ന് മൈക്രോഫോൺ എന്ന് പറയുന്ന ട്രാൻസ്ഡ്യൂസർ സൗണ്ട് സിഗ്നലിനെ ഇലക്ട്രിക്കലായിട്ട് കൺവേർട്ട് ചെയ്തു. ലൗഡ് സ്പീക്കറിൽ എത്തുമ്പോൾ എന്ത് ചെയ്യും, കൺവേർട്ട് ദി ഇലക്ട്രിക്കൽ സിഗ്നൽ. അതായത് ഈ പ്രോസസ്സിംഗ് നടക്കുന്ന സമയത്തെല്ലാം സിഗ്നൽ ഇലക്ട്രിക്കൽ സിഗ്നലാണ്. ഓക്കെ. സോ ആ പ്രോസസ്ഡ് ഇലക്ട്രിക്കൽ സിഗ്നലിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യണം, ബാക്ക് ടു സൗണ്ട് സിഗ്നൽ ആയിട്ട് കൺവേർട്ട് ചെയ്യണം. സോ അതാണ് ലൗഡ് സ്പീക്കറിന്റെ ഫംഗ്ഷൻ. ഓക്കെ. സോ ഇത്രയാണ് പബ്ലിക് അഡ്രസ്സിംഗ് സിസ്റ്റത്തിൽ വരുന്നത്. മൈക്ക് ഓർ മൈക്രോഫോൺ, ദെൻ പ്രീ ആംപ്ലിഫയർ, മിക്സർ, പവർ ആംപ്ലിഫയർ ആൻഡ് ലൗഡ് സ്പീക്കർ. ഓക്കെ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളായിരിക്കും, പക്ഷെ എന്നാലും എന്താണ് ഓരോന്നിന്റെയും ഫംഗ്ഷൻ. മൈക്രോഫോൺ ഓർത്തിരിക്കാം, എന്താ സൗണ്ട് ആണ് കൊടുക്കുന്നത്. സോ ഇറ്റ് വിൽ കൺവേർട്ട് സൗണ്ട് സിഗ്നൽ ടു electrical signal. Okay. Then this electrical signal is amplified using preamplifier. Then in the mixer, this pre-amplified signal and signal from music player or MP3 is mixed and it is given to power amplifier. It will increase the power of the electrical signal. Then loudspeaker, ഇത്രയും പ്രോസസ്സിൽ നമ്മൾ സൗണ്ട് സിഗ്നൽ എടുത്തു അതിനെ ഇലക്ട്രിക്കൽ സിഗ്നൽ ആയിട്ടാണ് പ്രോസസ്സ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. സോ അഗൈൻ നമുക്ക് എന്താ കേൾക്കേണ്ടത്, ഈ പറഞ്ഞിരിക്കുന്ന സൗണ്ട് ആണ്, ആ സൗണ്ട് തന്നെ കേൾക്കണം. സോ ലൗഡ് സ്പീക്കർ കൺവേർട്ട് ദിസ് ഇലക്ട്രിക്കൽ സിഗ്നൽ ടു സൗണ്ട് സിഗ്നൽ. ഓക്കെ. സോ ലൗഡ് സ്പീക്കർ എന്താണ്, ഒരു ടൈപ്പ് ട്രാൻസ്ഡ്യൂസർ ആണ്. ഓക്കെ. ഇലക്ട്രിക്കൽ സിഗ്നൽ ടു സൗണ്ട് സിഗ്നൽ ആയിട്ട് കൺവേർട്ട് ചെയ്തു. ഇപ്പൊ ലൗഡ് സ്പീക്കറിനെയും എന്താ പറയാം, ട്രാൻസ്ഡ്യൂസർ എന്ന് പറയാം. അതുപോലെ മൈക്ക് സൗണ്ടിനെ ഇലക്ട്രിക്കലായിട്ട് കൺവേർട്ട് ചെയ്തു. സോ അതൊരു ട്രാൻസ്ഡ്യൂസർ ആണ്. ഓക്കെ. സോ ഇത്രയും കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാം, ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഓക്കെ.